അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദവചനം വായിക്കുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. എന്നിലൂടെ യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കുന്ന ദൈവജനമേ, വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മുടെ സഹോദരനായ യോഹന്നാൻ, അതായത് സെബദി പുത്രന്മാരിൽ ഒരുവനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 9-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഹല്ലേലൂയ. ഇവിടെ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ഈ ഭൂമിയിൽ 2 വിധ ജനനമുണ്ട്. ഒന്ന് മനുഷ്യനിൽ നിന്നുള്ള മനുഷ്യൻ്റെ ജനനവും, മറ്റൊന്ന് ദൈവത്തിൽ നിന്നുള്ള ദൈവിക ജനനവും. ഇത് രണ്ടും മനുഷ്യനിലാണ് നടക്കുന്നത്. ഹല്ലേലൂയ. ഒന്നാമത്തേത് ഭൗമികം, രണ്ടാമത്തേത് ആത്മീകം. ഭൗമിക മനുഷ്യൻ ഭൗമിക ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ഭൗമിക കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അവൻ ആത്മീയ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിവുള്ളതല്ല. ആത്മീയന് മാത്രമേ, ദൈവത്തിൽ നിന്ന് ജനിച്ചവന് മാത്രമേ ദൈവിക കാര്യങ്ങളെ വിവേചിക്കാൻ കഴിയുള്ളൂ, അതിനെ ആരായാൻ പറ്റുകയുള്ളൂ, അത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ലോകത്തിലെ മനുഷ്യന് ദൈവിക കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭോഷത്വമായിട്ടേ തോന്നത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവം യേശുക്രിസ്തു ആകയാൽ നമ്മുടെ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, മഹാദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ നസറനായ യേശുക്രിസ്തു എന്ന്. അങ്ങനെയെങ്കിൽ മഹാദൈവമായ ദൈവം യേശുക്രിസ്തു ആകയാൽ യേശുക്രിസ്തുവിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. ഒരേ ഒരു ദൈവമേ നമുക്കുള്ളൂ. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നു. കൊള്ളാം. യാക്കോബിൻ്റെ ലേഖനം 2:19, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നു. കൊള്ളാം. വിശ്വാസികളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ദൈവം ഏകനാണ്. ആ ഏകനായ ദൈവമാണ് യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ എൻ്റെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഈ യേശു ക്രിസ്തുവിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. എന്താണ് യേശു ക്രിസ്തുവിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? ഞാൻ ആരംഭത്തിലേ പറഞ്ഞു, ഭൂമിയിൽ മനുഷ്യനുള്ള ബന്ധത്തിൽ 2 ജനനമുണ്ട്. ഒന്ന് ഭൗമിക ജനനവും ഒന്ന് മറ്റൊന്ന് ആത്മീയ ജനനം. ഭൗമിക ജനനമാണ് ഒന്നാമത്തത്. അത് ഈ ഭൂമിയിലെ അപ്പനാൽ ജനിക്കപ്പെടുന്നതാണ് ഭൗമികൻ. ഈ ഭൂമിയിൽ അപ്പൻ പാപത്തിൻ്റെ സന്തതിയാകയാൽ അവനിൽ നിന്ന് ജനിച്ചതെല്ലാം പാപം. തിരുവെഴുത്ത് പറയുന്നു, പാപത്തെ ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു. അതാണ് ഒന്നാമത്തെ ജനനം. പാപം എവിടുന്ന് ഉത്ഭവിച്ചു? ഏദനിൽ വെച്ച്. ഏദനിൽ വെച്ച് എന്താണ് പാപം? ആദ്യ മനുഷ്യൻ ദൈവത്തെ തിരസ്കരിച്ച് സാത്താനെ സ്വീകരിച്ചു. അങ്ങനെ ആദ്യ ദൈവസൃഷ്ടിയായ മനുഷ്യൻ മരിച്ചു. മരിക്കുക എന്ന വാക്കിനർത്ഥം വേർപാടെന്നാണ്. പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? മരണം സംഭവിച്ചു. എന്താണ്
പാപമെന്നാൽ എന്ത്? ദൈവകൽപ്പന നിരസിക്കുന്നതാണ് പാപം. എന്താണ് ദൈവകൽപ്പന? ആദ്യ മനുഷ്യനോട് ഈ ദൈവം പറഞ്ഞു, നീ ഏദൻ തോട്ടത്തിലെ നടുക്കിരിക്കുന്ന വൃക്ഷത്തിലെ ഫലം തിന്നരുത്. ആ മനുഷ്യൻ ആ കൽപ്പന നിരസിച്ചു, സാത്താന്റെ കൽപ്പന സ്വീകരിച്ചു. തിന്നുക, എന്നാൽ നീ ദൈവത്തെ പോലെയാകും. അങ്ങനെ അവൻ തിന്നുക എന്നുള്ള കൽപ്പന സ്വീകരിച്ചു. ആകയാൽ ആ മനുഷ്യൻ ദൈവകൽപ്പന നിരസിച്ചു. ദൈവകൽപ്പന നിരസിച്ചു. അക്കാരണത്താൽ ആ മനുഷ്യൻ പാപം ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? മനുഷ്യൻ മരിച്ചു. മരിച്ചു എന്ന വാക്കിൻ്റെ അർത്ഥം വേർപാട് എന്ന്. മരണം എന്ന വാക്കിൻ്റെ അർത്ഥം വേർപാടെന്നാണ്. അങ്ങനെയാണെങ്കിൽ അവൻ ദൈവത്തിൽ നിന്ന് വേർപെട്ടു. സ്തോത്രം. ദൈവത്തിൽ നിന്ന് വേർപെട്ടപ്പോൾ മനുഷ്യന് വേറൊരു സ്റ്റാൻഡ് കിട്ടി. ആ സ്റ്റാൻഡാണ് പാപത്തിൻ്റെ നാഥനാകുന്ന സാത്താൻ്റെ പുത്രൻ എന്നൊരു സ്ഥാനം. ആദിയിൽ പാപം ചെയ്യുന്നതിന് മുമ്പ്, ദൈവകൽപ്പന നിരസിക്കുന്നതിന് മുമ്പ് മനുഷ്യന് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ആ സ്റ്റാൻഡ് ദൈവപുത്രൻ എന്നുള്ള സ്ഥാനമാണ്. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്റ്റാൻഡ് മാറി. ഇപ്പോൾ ഉള്ള സ്റ്റാൻഡ് പിശാചിൻ്റെ പുത്രൻ എന്നുള്ളതാണ്. സർപ്പ സന്തതി, പിശാചിൻ്റെ പുത്രൻ. ഒരു എക്സാമ്പിൾ പറയാം. യേശു ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരെ അടയാളം നടക്കും. മർക്കോസ് 16:16. അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായി യാതൊന്നു കുടിച്ചാലും ജീവഹാനി വരില്ല, ആരുടെ മേൽ കൈവച്ചാലും രോഗശാന്തി വരും. അപ്പോൾ കർത്താവാകുന്ന യേശു ഈ വാഗ്ദത്തം ചെയ്തപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ വാഗ്ദത്തമാണ് സർപ്പങ്ങളെ പിടിച്ചെടുക്കും. സർപ്പങ്ങളെ പിടിച്ചെടുക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ അർത്ഥമാക്കുന്നത്, ഈ ഭൂമിയിൽ ഇഴഞ്ഞു കിടക്കുന്ന പത്തിയുള്ള പാമ്പുകളെ പിടിച്ചെടുക്കും. പത്തിയുള്ള പാമ്പാണല്ലോ സർപ്പം എന്ന് പറയുന്നത്. പാമ്പുകളെ പിടിച്ചെടുക്കും എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം ഈ ഭൂമിയിൽ രണ്ട് കാലിൽ നടക്കുന്ന ആണായാലും പെണ്ണായാലും ഇതെല്ലാം സർപ്പസന്തതികളാണ്. ഈ ഭൂമിയിൽ അമ്മ ഒരു മനുഷ്യക്കുഞ്ഞിന് ഗർഭം ധരിച്ച് അവൾ ആ ഗർഭത്തിന് ഒരു ശരീരം അവളുടെ ഉദരത്തിൽ മുഖാന്തരമായി ദൈവം കൊടുത്തിട്ട് അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ദൈവവചനം പറയുന്നു, അത് സർപ്പത്തിൻ്റെ സന്തതിയാണ് ജനിപ്പിച്ചത് അല്ലെങ്കിൽ പ്രസവിച്ചത്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന് ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ടിട്ട് സർപ്പത്തിൻ്റെ പുത്രൻ എന്നുള്ള സ്ഥാനമാണ് കിട്ടിയത്. എന്തുകൊണ്ടാണ് സർപ്പത്തിൻ്റെ പുത്രൻ എന്നുള്ള സ്ഥാനം കിട്ടിയത്? ആ മനുഷ്യൻ സർപ്പത്തെ അനുസരിച്ചു, പാമ്പിനെ അനുസരിച്ചു. ഹല്ലേലൂയ. ആകയാൽ പാമ്പിനെ അനുസരിച്ചതിൻ്റെ ഫലമായിട്ട് ആദ്യ മനുഷ്യൻ ദൈവപുത്രൻ എന്നുള്ള സ്ഥാനം അവന് നഷ്ടപ്പെട്ടിട്ട് അവന് മഹാസർപ്പമാകുന്ന പിശാചിൻ്റെ പുത്രൻ എന്നുള്ള സ്ഥാനം ലഭിച്ചു. ഇക്കാരണങ്ങളാൽ ഈ ഭൂമിയിൽ ജഡസംബന്ധിച്ച് മനുഷ്യനായി ജനിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവസന്നിധിയിൽ സർപ്പത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഈ സർപ്പ കുഞ്ഞുങ്ങളെ പിടിച്ചെടുക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഭൂലോകത്തിലെമ്പാടും ഈ സകല സൃഷ്ടിയോടും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം സത്യവചനം പ്രസംഗിക്കുമ്പോൾ ഒരു മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അവരിൽ നിന്ന് സർപ്പത്തിൽ നിന്ന്, മഹാസർപ്പത്തിൽ നിന്ന് അവൻ്റെ ഒരു സന്തതിയെ യേശുക്രിസ്തു പിടിച്ചെടുക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ആ വ്യക്തി ജഡം സംബന്ധിച്ച്, ഭൗമികം സംബന്ധിച്ച്, പാപം സംബന്ധിച്ച്
അവന് ലഭിച്ച പിതൃത്വമാകുന്ന സർപ്പത്തിൻ്റെ പിതൃത്വത്തിൽ നിന്ന് അവൻ ദൈവത്തിൻ്റെ പിതൃത്വത്തിലേക്ക് മടങ്ങി വരുന്നു. ഏതേനിൽ സംഭവിച്ചതാണ്? ദൈവത്തിൻ്റെ പിതൃത്വത്തിൽ നിന്ന് സർപ്പത്തിൻ്റെ പിതൃത്വത്തിലേക്ക് മനുഷ്യൻ പോയി. അങ്ങനെ ദൈവത്തിൻ്റെ പുത്രനാകുന്ന മനുഷ്യൻ പിന്നത്തേതിൽ പിശാചിനായ മഹാസർപ്പത്തെ അനുസരിച്ചപ്പോൾ ആ മനുഷ്യൻ പാവം സംബന്ധിച്ച് പിശാചിൻ്റെ പുത്രനായി, അതായത് മഹാസർപ്പത്തിൻ്റെ പുത്രനായി തീർന്നു. അതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, അവൻ സർപ്പസന്തതിയാണ്, അവൻ സർപ്പമാണ്. ഹല്ലേലൂയ. ഈ സർപ്പസന്തതിയാകുന്ന സർപ്പത്തെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്നതിൻ്റെ ദൈവിക ഉദ്ദേശം. ഹല്ലേലൂയ. ഏതേനിൽ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കിയെടുക്കുവാൻ, കാണാതെ പോയതിനെ കണ്ടെടുത്ത് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ അഥവാ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അപ്പോൾ കർത്താവാകുന്ന ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നു, എവിടെ കാണാതെ പോയി? ഏതേനിൽ വെച്ച് കാണാതെ പോയി. എപ്പോൾ കാണാതെ പോയി? ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവനിൽ കാണാതെ പോയതത്രേ. ആമേൻ. അതിനെ വീണ്ടെടുത്ത് രക്ഷിപ്പാൻ. അങ്ങനെയെങ്കിൽ ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ എന്തുവായി തീർന്നു? സർപ്പസന്തതിയായി തീർന്നു. ആമേൻ. സർപ്പസന്തതികളെ പിടിച്ചെടുക്കുവാനാണ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അങ്ങനെയെങ്കിൽ ജഡം സംബന്ധിച്ച് ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്ന ഏതൊരു മനുഷ്യനും, സ്തോത്രം, ദൈവത്തിൻ്റെ മകനായിട്ടല്ല ജനിക്കുന്നത്, സർപ്പത്തിൻ്റെ മകനായിട്ടാണ്, അഥവാ പാപത്തിൻ്റെ പുത്രനും പുത്രിയുമായിട്ടാണ് ജനിക്കുന്നത്. പാപത്തിൻ്റെ ശിക്ഷയാണ് മരണം. മരണം എന്ന വാക്കിൻ്റെ അർത്ഥം വേർപാട്. ഏതിൽ നിന്ന് വേർപെട്ടു? വിശുദ്ധി എന്ന യേശു ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. വിശുദ്ധി എന്ന യേശു ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് പിന്നെന്ത് ചെയ്തു? അശുദ്ധി അഥവാ പാപമെന്ന മഹാസർപ്പത്തിൻ്റെ പുത്രനായി അവനുമായി പറ്റിച്ചേർന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, അതുകൊണ്ട് മനുഷ്യൻ എന്ത് സംഭവിച്ചു? മരണം സംഭവിച്ചു. മരണം സമം വേർപാട് സംബന്ധിച്ചു. ഏതിൽ നിന്ന് വേർപെട്ടു? അവൻ മരണത്തിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന് വേർപെട്ടു, മരണത്തിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നൊരു പ്രധാന വിഷയമുണ്ട്. ഈ ഭൂമിയിൽ ജഡം സംബന്ധിച്ച് അമ്മ പ്രസവിക്കുന്ന ഏതൊരു വ്യക്തിയിലും ദൈവത്താൽ ഒരു ജനനം നടക്കണം. ദൈവത്താൽ ജനനം നടന്നാൽ മാത്രമേ ഈ ഭൂമിയിലുള്ള അമ്മ പ്രസവിച്ച ഏതൊരു കുഞ്ഞിനും ദൈവപുത്രൻ എന്ന പേരിന് യോഗ്യത ലഭിക്കുകയുള്ളൂ. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന വാർത്തനർത്ഥം ജനതാവ് ദൈവമായി തീരുക എന്നുള്ളതാണ്. എബ്രായ ലേഖനം 2:14 ഇങ്ങനെ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവനാകിയാൽ അവനും അവരെ പോലെ ജഡരക്തത്തോടു കൂടിയുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി മരണപര്യന്തം അടിമകളായിരുന്ന, എന്തത്തിനടിമ? മരണത്തിന് അഥവാ പാപത്തിനടിമകളായിരുന്ന ഏവരെയും അവൻ വിടുവിച്ചു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, എബ്രായ ലേഖനത്തിലുള്ള ഓരോ വിശുദ്ധനും മാനസാന്തരപ്പെട്ട് പത്രോസിൻ്റെ ഉപദേശപ്രകാരം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരാണ്. കാരണം 1-ാം നൂറ്റാണ്ടിൽ ഒരേ ഒരു സ്നാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനമാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനമാണ് മത്തായിയുടെ സുവിശേഷകൻ, അതായത് മത്തായി സുവിശേഷകൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പെന്തക്കോസ്ത് നാളിൽ സ്നാനപ്പെടുത്തിയിട്ടുള്ളത്. 3000 പേര്, ഏകദേശം 3000 പേര് പെന്തക്കോസ്ത് നാളിൽ
പത്രോസിൻ്റെ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് പത്രോസിൻ്റെ ഉപദേശപ്രകാരം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടപ്പോൾ ഈ 12 പേരും കൂടെ ചേർന്നാണ് സ്നാനപ്പെടുത്തിയത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷകനും പെന്തക്കോസ്ത് നാളിൽ സ്നാനപ്പെടുത്തിയത് യേശുക്രിസ്തുവിൻ്റെ പേരിലാണ്. ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാം. പെന്തക്കോസ്ത് നാളിൽ ഏകദേശം 3000 പേർ പത്രോസിൻ്റെ ഉപദേശപ്രകാരം സ്നാനപ്പെട്ടപ്പോൾ മത്തായിയുടെ സുവിശേഷം എഴുതിയ മത്തായി സുവിശേഷകനായ ദൈവദാസൻ ശിഷ്യന്മാരിൽ ഒരുവനാകയാൽ അവരന്ന് സ്നാനപ്പെടുത്തിയത് യേശുക്രിസ്തുവിൻ്റെ പേരിലാണ്. അന്നു മുതൽ ദൈവസഭയുടെ 1-ാം നൂറ്റാണ്ടിൻ്റെ പീരീഡ് തീരുന്നത് വരെയും 1-ാം നൂറ്റാണ്ടും 2-ാം നൂറ്റാണ്ടും കുറേയേറെ പീരീഡിന് കഴിയുന്നത് വരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. ആകയാൽ എബ്രായ ലേഖനം എഴുതിയ ലേഖനകർത്താവ് എഴുതിയിരിക്കുന്ന 2:19 ഇങ്ങനെ പറയുന്നു: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവരാകയാൽ അവനും അവരെ പോലെ ജഡരക്തത്തോടു കൂടിയുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എബ്രായ ലേഖനം എഴുതിയിരിക്കുന്ന ദൈവദാസൻ എന്താണ് ഉദ്ദേശിച്ചത്? ആരാണ് മക്കൾ? എബ്രായ സഭയിലുള്ള വിശുദ്ധന്മാർ. ആ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ആ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം, അതായത് യേശു ക്രിസ്തു എന്തു ചെയ്തു? 2:14 ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അവനും ജഡശരീരം സ്വീകരിച്ച് എന്നിട്ട് മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ തൻ്റെ ജഡശരീരത്തിലൂടെ തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. അതെപ്പോഴാണ് സംഭവിച്ചത്? തൻ്റെ ശരീരത്തിൽ അത് തകർത്ത് കളയണമെങ്കിൽ യേശുവിൻ്റെ ശരീരം പാപമായി തീർന്ന ഒരു പീരീഡ് ഉണ്ട്. എപ്പോഴാണ്? അന്ത്യ അത്താഴ സമയത്ത് അവൻ പാനപാത്രം അപ്പം എടുത്തു വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിട്ട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരം. അത്താഴം കഴിഞ്ഞ ശേഷം അവൻ വീഞ്ഞും എടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു: ഇതിൽ നിന്ന് വാങ്ങിക്കൊടുപ്പീൻ, ഇത് രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. അപ്പം പുതിയ നിയമം അഥവാ യേശുവിൻ്റെ രക്തം, ഈ യേശുവിൻ്റെ രക്തത്തിൻ്റെ നിയമം ആണ് പെന്തക്കോസ്ത് നാളിൽ പെസഹ ദിവസത്തിൽ, അന്ത്യ അത്താഴ ദിവസത്തിൽ കർത്താവാകുന്ന ദൈവം സ്ഥാപിച്ചത്. അപ്പം എന്താണ് അവിടെ സംഭവിച്ചത്? ശിഷ്യന്മാരിലൂടെ ഏദേനിലെ പാവ ശരീരത്തെ യേശു ധരിച്ചുകൊണ്ട് യേശുവിൻ്റെ പാവരഹിതമായ ശരീരവും പാവരഹിതമായ നിയമത്തിൻ്റെ രക്തവും ശിഷ്യന്മാർക്ക് പങ്കിട്ട് കൊടുത്തിട്ട് ശിഷ്യന്മാരിൽ നിന്ന് പാവശരീരത്തെയും കളങ്കമായ പൈശാചിക നിയമത്തിൻ്റെ രക്തത്തെയും യേശു സ്വീകരിച്ചു. അപ്പോൾ യേശുവിൻ്റെ ശരീരവും രക്തവും പാപമായി തീർന്നു. ആകയാൽ പാവശരീരത്തെ തകർത്ത് കളയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതുകൊണ്ട് സ്വന്തം പുത്രനെ ആദരിക്കാതെ അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി കാൽവരി ക്രൂശിൽ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നി. അപ്പം അവൻ്റെ ശരീരം തകർക്കപ്പെട്ടപ്പോഴാണ് അവൻ്റെ രക്തത്തിൻ്റെ നിയമം വെളിപ്പെട്ടു വന്നത്. അവൻ ശരീരത്തിലിരിക്കും കാലത്തോളം നിയമം വെളിപ്പെടുകയില്ല. കാരണം ശരീരത്തിനകത്താണ് നിയമരക്തം ഉള്ളത്. നിയമരക്തം വെളിയിൽ വരണമെങ്കിൽ ശരീരം തകർക്കപ്പെടണം. ശരീരം വെക്കണമെങ്കിൽ ആ ശരീരം ആദമിക പാപം വഹിക്കപ്പെടണം. ആദമിക പാപം, മനുഷ്യവർഗത്തിൻ്റെ പാപമെല്ലാം അവൻ സ്വന്തം ചുമലിൽ എടുത്തപ്പോൾ
ആ നിമിഷം ആ ശരീരം പാപമായി തീർന്നു. പാപത്തിന് കാൽവറി ക്രൂശിൽ കർത്താവ് മരണശിക്ഷ കൽപ്പിച്ചു. പാപത്തിന് ശിക്ഷ വിധിച്ചു. പാപത്തിന് ശിക്ഷ വിധിച്ചു. പാപത്തിന് കാൽവറി ക്രൂശിൽ കർത്താവ് ശിക്ഷ വിധിച്ചു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടു. അങ്ങനെ ഈ തകർത്ത ഇതിന് ശേഷമുണ്ടായ നിയമമാണ് രക്തത്തിൻ്റെ പുതിയ നിയമം. എന്തിനായി ഈ നിയമം ദൈവം സ്ഥാപിച്ചത്? നമുക്കെല്ലാം ഒരു വീണ്ടും ജനനം ഉണ്ടാകുവാൻ. വിശുദ്ധ തിരുവഴുത്തിൽ പത്രോസിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ നിലനിൽക്കുന്ന ജീവന്റെ വചനത്താൽ, രക്തത്തിന്റെ പുതിയ നിയമത്താൽ അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചു. നമ്മൾ വീണ്ടും ജനിപ്പിച്ചത് യേശുവിൻ്റെ പുതിയ നിയമത്താലാണ്. പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയിലാണ് കർത്താവാകുന്ന ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും ജനനത്തിനും അക്ഷരീയ ജഡം സംബന്ധിച്ചുള്ള അക്ഷരീയ ജനനത്തിനും രക്തം കാരണമായിരിക്കുന്നത് പോലെ, ജഡം സംബന്ധിച്ച അമ്മ നമ്മളെ പ്രസവിച്ചിക്കുവാൻ കാരണം രക്തമായിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ആത്മീയ ജനനത്തിനും രക്തമാണ് കാരണമായിരിക്കുന്നത്. ആ രക്തം ആരുടെ രക്തമാണ്? നസറേനായ യേശുവിൻ്റെ രക്തം. ആ രക്തത്തിൻ്റെ പ്രത്യേകത എന്താ? നസറേനായ യേശുവിൻ്റെ രക്തം നിയമത്തിൻ്റെ രക്തമാണ്. ഈ രക്തം ആണ് ക്രൂശിൻ്റെ വചനം. ഈ ക്രൂശിൻ്റെ വചനത്താലാണ് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രൂശിൻ്റെ വചനത്താൽ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് കൊണ്ട്, വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിൽ നിന്നാകുന്നു ജനിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവത്തിൽ ജനിക്കുന്നത്? ക്രൂശിൻ്റെ വചനത്താൽ, നിയമത്തിൻ്റെ രക്തത്തിൻ്റെ നിയമത്താൽ നമ്മൾ വീണ്ടും ജനിക്കുന്നത് കൊണ്ട്. സ്തോത്രം. നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ജനനം, നമ്മുടെ അകത്തെ മനുഷ്യൻ ജനിച്ചിരിക്കുന്നത് ദൈവവചനത്താലാണ്. വചനം സമം ദൈവം. നമ്മുടെ അകത്തെ മനുഷ്യൻ ജനിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനിച്ചിരിക്കുന്നത്. എവിടെ എഴുതിയിരിക്കുന്നു? അപ്പോസ്തല പ്രവൃത്തി 2:38 വാക്യം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും. അപ്പം നമുക്ക് വീണ്ടും ജനനം പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് ദാനം വേണം. പരിശുദ്ധാത്മാവിന് ദാനം ആർക്കേ നൽകത്തുള്ളൂ? മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്നവർക്ക് മാത്രമേ. സ്നാപകൻ പാപങ്ങളുടെ മോചനത്തിനായി ഞാൻ നിന്നെ അപ്പോസ്തോലിക ഉപദേശപ്രകാരവും കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം കൽപ്പിച്ച നിയമപ്രകാരവും ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു? പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ തന്നെ ശ്രദ്ധിക്കണം ദൈവജനമേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരെന്താണ്? യേശുക്രിസ്തു എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ പേരിൽ പൂർണ്ണമായും വെള്ളത്തിൽ മുക്കി ഉയർത്തുമ്പോൾ നമുക്ക് പാപമോചനം ലഭിക്കുന്നു. ഇക്കാരണത്താൽ പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ജനിക്കുന്നു. വീണ്ടും ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? യേശുക്രിസ്തു എന്ന പേരിനാൽ ജനിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു എന്ന ക്രൂശിൻ്റെ വചനത്താൽ ജനിക്കപ്പെടുന്നു. പിന്നെയോ യേശുക്രിസ്തു എന്ന സത്യത്തിൻ്റെ ആത്മാവിനാൽ ജനിക്കപ്പെടുന്നു. ഇക്കാരണത്താൽ ആ വ്യക്തി യേശുക്രിസ്തുവിൻ്റെ വകയായിത്തീരുന്നു, ദൈവത്തിൻ്റെ മകനായിത്തീരുന്നു. അപ്പം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാത്ത ഏതൊരു വ്യക്തിക്കും പാപത്തെ ജയിക്കാൻ പറ്റില്ലെന്നാണ് ഇവിടെ തിരുവെഴുത്ത് പറയുന്നത്. എന്താ തിരുവെഴുത്ത് പറയുന്നത്? ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. അപ്പം ദൈവം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ നിന്ന് ജനിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ ആ വ്യക്തിക്ക് പാപം ചെയ്യാതിരിക്കാൻ കഴിയും. കാരണം യേശുക്രിസ്തുവിൻ്റെ വിത്ത് ഈ വ്യക്തിയിൽ വസിക്കുന്നു. എന്താണ് ആ വിത്ത്? പാപരഹിതമായ വിത്ത്.
പാപത്തിന്റെ വിത്ത് ഏതേതിൽ സംഭവിച്ച വിത്താണ്. ആ വിത്ത് നമ്മളിൽ ഇരിക്കും കാലത്തോളം നമ്മൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കും. പാപത്തെ നമുക്ക് ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കില്ല. കാരണം എന്താണ്? പാപമാണ് നമ്മളിൽ വസിക്കുന്നത്. ഈ പാപം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ ഈ പ്രപഞ്ചത്തിൽ ദൈവം വച്ചിരിക്കുന്ന ഒരേ ഒരു നിയമമാണ് യേശുക്രിസ്തു എന്ന നിയമം. ഈ യേശുക്രിസ്തു എന്ന പേര് കൂടാതെ നമ്മുടെ പാപം ഈ പ്രപഞ്ചത്തിൽ വെച്ച് നീങ്ങിപ്പോകില്ല. അപ്പം ദൈവം ഉയർത്തെഴുന്നേറ്റ്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞത്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ ആ വ്യക്തി വിശ്വാസത്താലും അനുസരണത്താലും പാപരഹിതനായിത്തീരുന്നു. പാപരഹിതനായിത്തീരുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ മകനാകാൻ പറ്റൂ. കാരണം പാപരഹിതമായ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ആരാകുന്നു? ക്രൂശിൻ്റെ വചനമാണ്. ക്രൂശിൻ്റെ വചനമാകുന്ന, ക്രൂശിൻ്റെ രക്തമാകുന്ന, കർത്താവിൻ്റെ സത്യത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തമാകുന്ന യേശുവിൻ്റെ രക്തമെന്ന ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയക്കപ്പെടണമെങ്കിൽ നമ്മൾ സ്തോത്രം പാപരഹിതരായിത്തീരണം. പ്രിയ സഹോദരങ്ങളെ, മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനൊന്ന് സ്നാനപ്പെടുവാൻ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയിൽ ആത്മാവ് വീണ്ടും ജനിച്ചിട്ടില്ല. അവർ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുക അഥവാ മാനസാന്തരപ്പെട്ടപ്പോഴും ആ പരിശുദ്ധാത്മാവ് അവരിലേക്ക് വന്നിട്ടില്ല. അവർ വീണ്ടും ജനം പ്രാപിച്ചിട്ടില്ല. എപ്പോഴാണ് അവർ വീണ്ടും ജനം പ്രാപിച്ചത്? അവർ ഈ വ്യക്തി വിശ്വസിച്ച്, സ്നാപകൻ ചോദിക്കും, മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മറിയത്തിൻ്റെ ഗർഭപാത്ര മുഖാന്തരം ജനിച്ച് 33 വർഷക്കാലം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെയും മുൻനിയമിക്കപ്പെട്ട വിശുദ്ധ ജനത്തിനും സ്ഥാനാധിപതിയായി തീരുവാൻ സ്നാനാധിപതിയായി ഇരുന്നു കൊണ്ട് യോർദാനിൽ യോഹന്നാന്റെ കരങ്ങളിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധ ജീവിതത്തിലൂടെ താൻ ദൈവപുത്രനാണെന്നും താൻ ദൈവിക ഉദ്ദേശപ്രകാരം ഭൂമിയിൽ വന്നതാണെന്നുമുള്ള ദൈവിക ആലോചനകൾ പൂർണ്ണമായും പറഞ്ഞു വെളിപ്പെടുത്തി മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനു വേണ്ടി അത്താഴ സമയത്ത് ആ പാപം വഹിച്ച് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ച് കാൽവറി ക്രൂശിൽ മരിച്ച്, കാൽവറി ക്രൂശിൽ ശരീരത്തെ തകർത്ത് രക്തത്തിൻ്റെ പുതിയ നിയമത്തെ സ്ഥാപിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലൂടെ അല്ലാതെ നമുക്കൊരു മോചനം പ്രാപിപ്പാൻ അസാധ്യമാണ്. ദൈവപൈതലാകുവാൻ അസാധ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ പേരൊഴികെ ആരെങ്കിലും ദൈവപൈതലാകും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ആരാണ്? നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ദേഹിയാണ് അത് സ്വീകരിച്ചിരിക്കുന്നത്. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് സ്നാനപ്പെടുവാൻ സ്നാനക്കടകിൽ ദൈവദാസന്റെ സമീപം നിൽക്കുമ്പോൾ അഭിഷക്തനായ യേശുക്രിസ്തുവിന് അത് സ്നാനപ്പെട്ട അഭിഷക്തന്റെ കരങ്ങളിൽ സാന്നിധ്യത്തിൽ ദൈവീയ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ ദേവദാസൻ ചോദിക്കും, മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്ന യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്ന വചനത്താലും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്നുള്ള ദൈവകൽപ്പന പ്രകാരം ഞാൻ നിന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെടുത്തുന്നു സ്നാപകൻ പറയുമ്പോൾ ഈ പറഞ്ഞുകൊണ്ട് സ്നാനപ്പെടുന്ന ആ വ്യക്തി അല്ലെങ്കിൽ സ്നാനപ്പെടുവാൻ അവിടെ സമർപ്പണത്തോടു കൂടി നിൽക്കുന്ന വ്യക്തിയുടെ ആ പോയിന്റ് സമയം വരെയും ആ വ്യക്തിയുടെ ദേഹവും ദേഹിയും മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയിൽ ആത്മാവ് വീണ്ടും ജനിച്ചിട്ടില്ല. ആത്മാവ് വീണ്ടും ജനിക്കുന്നത് എപ്പോഴാണ്? ആ വ്യക്തിയെ സ്നാപകൻ ഞാൻ നിന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനം ജലാശയത്തിൽ സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വെള്ളത്തിൽ പൂർണ്ണമായും കുഴിച്ചിട്ടപ്പെട്ട്
പൊങ്ങി വരുന്ന ശരീരം എന്ന് പറയുന്നതാണ് പാപരഹിതമായ ശരീരം. ഈ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ അയച്ചാലേ ആത്മാവ് വീണ്ടും ജനിക്കുള്ളൂ. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മാനസാന്തരപ്പെടുന്നത് ആത്മാവിലല്ല, സ്നാനത്തിൻ്റെ 1-ാം ഘട്ടവും ആത്മാവിലല്ല. ഒന്നുകൂടെ പറയാം, വിശ്വസിച്ച് ഏറ്റുപറയുക എന്നുള്ളത് നമ്മുടെ ദേഹിയാണ്. വിശ്വസിച്ച് ഏറ്റുപറയുന്നത് നമ്മുടെ ദേഹിയാണ്. ദേഹിയുടെ ഏറ്റുപറച്ചിലും ദേഹിയുടെ അനുസരണവും കൂടെ ബാധകമായ ശരീരത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജലാശയത്തിലേക്ക് സ്നാനപ്പെടുന്നത്. സ്നാനപ്പെടുന്നത് വരെയും ആ വ്യക്തി ദേഹിയും ദേഹവും മാത്രമുള്ള വ്യക്തിയാണ്. എപ്പോഴാണ് സ്നാപകൻ ഞാൻ നിന്നെ പാപങ്ങളുടെ മോചനം ജലാശയത്തിലേക്ക് യേശുക്രിസ്തു സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് അവനെ സ്നാനപ്പെടുത്തുന്നത്, ആ സ്നാനപ്പെടുത്തുന്ന ജലത്തിലെത്തി പൂർണ്ണമായും നിബഞ്ജനം ചെയ്യുന്ന മുക്കുന്ന സമയം വരെയും അവനിൽ ദേഹവും ദേഹിയും ഉള്ളൂ. അവൻ പൊങ്ങി വരുന്ന ശരീരം എന്ന് പറയുന്നത് പാപരഹിതമായ ദേഹവും ദേഹിയുമാണ്. ഈ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിലേക്ക് ദൈവം അയക്കുന്നു. അങ്ങനെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് അഥവാ യേശുക്രിസ്തു മഹാദൈവം നമ്മളിൽ ജനിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് ജനിച്ച അവസ്ഥയാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പൊ ആരുടെ ഹൃദയത്തിൽ ദൈവത്തിൽ നിന്നുള്ള ജനനമുള്ളത്? പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി ജനിക്കപ്പെടുമ്പോൾ മാത്രമേ ദൈവത്താലുള്ള ജനനമാകുകയുള്ളൂ. അങ്ങനെ ദൈവത്താൽ ജനനം വന്നാൽ മാത്രമേ ആത്മാവ് വീണ്ടും ജനിക്കത്തുള്ളൂ. ആത്മാവ് വീണ്ടും ജനിച്ചാൽ മാത്രമേ ആ വ്യക്തി ആത്മാവ്, ദേഹം, ദേഹി എന്ന 3 ഘടകം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ അമ്മ പ്രസവിച്ച നാൾ മുതൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്ന നിമിഷം വരെയും ആ മനുഷ്യനിൽ ദേഹിയും ദേഹമേ ഉള്ളൂ. ആത്മാവ് വീണ്ടും ജനിച്ചിട്ടില്ല. സ്തോത്രം. ആത്മാവ് വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവർക്ക് മാത്രമേ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ കഴിയൂ. തിരുവചനം എന്താ പറയുന്നത്? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുള്ളതല്ല. ഇതാണ് അതിൻ്റെ കാര്യം. ദൈവത്തിൽ നിന്ന് ജനിക്കുക. ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന എപ്പോഴാണ്? സ്നാപകൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ഏറ്റുപറയുന്ന ദേഹിയെയും ദേഹത്തെയും സ്നാപകൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുമ്പോഴാണ് ദേഹിയും ദേഹവും ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ ഫലമായിട്ട്, സ്നാപകൻ സ്നാനപ്പെടുത്തുന്നതിൻ്റെ ഫലമായിട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ശരീരം പാപരഹിതമായി തീരുന്നു. പാപരഹിതമായ ശരീരത്തിലേക്കും ദേഹിയിലേക്കും ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. ആരാ പരിശുദ്ധാത്മാവ്? കർത്താവായ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേറ്റ് പോകുന്ന നിങ്ങൾ കണ്ടാലോ അത് ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു. ആരാ ജീവിപ്പിക്കുന്ന ആത്മാവ്? പരിശുദ്ധാത്മാവ്. അപ്പൊ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത് ശിഷ്യന്മാർ കണ്ടപ്പോൾ സ്വർഗാരോഹണം ചെയ്ത ആരാണ് സ്വർഗാരോഹണം ചെയ്തത്? പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവായ ദൈവപുത്രനെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം അയക്കുന്നത്. എപ്പോൾ? യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുമ്പോൾ. ദൈവം എപ്പോൾ വരെ നമ്മുടെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തു എന്ന പരിശുദ്ധാത്മാവിനെ അയക്കാതിരിക്കുന്നു, അത്രയും സമയം നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കുന്നില്ല. നമ്മുടെ ആത്മാവ് ശൂന്യമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ആ നിമിഷം ദൈവം പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിലേക്ക് അയക്കുന്നു. ക്ഷണത്തിൽ, ഒന്ന് കണ്ണുമിക്കുന്ന നേരത്തിൽ, അതിൽ അത്ര പോലും സമയം വേണ്ട, ആ വ്യക്തി വീണ്ടും ജനിക്കുന്നു. ഏദേനിൽ മരിച്ചുപോയ വ്യക്തി വീണ്ടും ജനിക്കുന്നു.
ആകയാൽ ആ വ്യക്തിക്ക് ഒരു പേര് കിട്ടുന്നു. ആ പേരാണ് ദൈവപുത്രൻ, ദൈവമകൻ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഭൂമിയിൽ പാപരഹിതമായി ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നശിച്ചു പോകാൻ എളുപ്പമുണ്ട്. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ യേശു ക്രിസ്തുവും അപ്പോസ്തലരുടെ ഉപദേശപ്രകാരം വിശുദ്ധിയും നയിപ്പാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.